ഓണം ഷോപ്പിംഗ് കഴിഞ്ഞ് കുറച്ച് ഓണവിശേഷങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കാനായി നമ്മളോടൊപ്പം ചേരുന്നത് ദിസ് ഇസ് പ്ലേബാക്ക് സിംഗർ അഖിലാനന്ദ്. വെൽക്കം. താങ്ക് യു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ആദ്യം ആങ്കറിങ്ങിലൂടെയാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്, അത് കഴിഞ്ഞിട്ടാണ് ജാസി ഗിഫ്റ്റ് സാറിലൂടെ നമ്മുടെ മലയാളി പ്രേക്ഷകർ ഹൃദയം കീഴടക്കി കൊണ്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻടു മൂവീസ്? ശരിയാണ്, ഈ പറഞ്ഞ കറക്റ്റാണ്. ആങ്കറായിട്ടാണ് പ്രേക്ഷകർ എന്നെ കണ്ടിട്ടുള്ളത്. ടി വി ഷോസിലൂടെയും ലൈവ് ഷോസിലൂടെയൊക്കെ ആങ്കറായിരുന്നു ഞാൻ. അവിചാരിതമായിട്ട് ജയരാജ് സാറിനെ, ആ സിനിമയുടെ ഡയറക്ടർ ജയരാജ് സാറിനെ പരിചയപ്പെടാനുള്ളൊരു അവസരം കിട്ടി. അത് ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു വേദിയിൽ ജയരാജ് സാറും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത ഒരു പരിപാടി ആങ്കർ ചെയ്തിരുന്നു. അന്ന് ഞാൻ ഒരു പ്രയർ സോങ് കൂടി ആ ഒരു ഫംഗ്ഷന് പാടി. അപ്പോൾ അതൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ജയരാജ് സാറിനെ ഞാൻ അടുത്ത് പരിചയപ്പെടാനുള്ളൊരു അവസരം കിട്ടിയത്. അങ്ങനെ പരിചയപ്പെടാൻ പറ്റിയപ്പോൾ സാർ പറഞ്ഞു, എനിക്ക് വോയിസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഏതെങ്കിലും ഒരു പാട്ട് പാടി എനിക്കൊരു CD അയച്ചു തരുമോ, ഞാൻ കേൾക്കട്ടെ. അന്ന് ലൈവ് പാടിയതാണല്ലോ കേട്ടത്, മൈക്കിലൂടെയുള്ള സിംഗിങ് ആണ് കേട്ടത്. ഏതെങ്കിലും ഒരു പാട്ട് പാടി അയച്ചു തന്നാൽ ഞാൻ കേൾക്കാം, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പാടി അയച്ചു. അങ്ങനെയൊക്കെയാണ് ജാസി ചേട്ടനുമായിട്ട് ഒരു ജാസി ചേട്ടനെ കണക്ട് ചെയ്യുന്നത് പോലും. ജാസി ചേട്ടനെ അല്ല ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്, ജയരാജ് സാറായിരുന്നു. ജയരാജ് സാറാണ് ജാസി ചേട്ടനെ പരിചയപ്പെടുത്തിയതും. ജാസി ചേട്ടനായിരുന്നു ആ സിനിമയുടെ മ്യൂസിക് ഡയറക്ഷൻ. അങ്ങനെയാണ് അഴകാലില എന്നുള്ള പാട്ടിലേക്ക് ഒരു എൻട്രി കിട്ടുന്നത്. എന്തായാലും എല്ലാവരും നിമിത്തമാണല്ലേ? അതെ, തീർച്ചയായിട്ടും. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഒരു അവിചാരിതമായിട്ട്, ഒരു അൺഎക്സ്പെക്റ്റഡ് എന്ന് തന്നെ പറയാം, കിട്ടിയൊരു ചാൻസ് ആണ്, ഒരു ഗോൾഡൻ ചാൻസ്. അതുകൊണ്ടൊരു ജമ്മിനെ കിട്ടി. ഓക്കെ, അപ്പോൾ ഒരുപാട് ഗുരുക്കന്മാർ ഈ ഒരു ഇൻഡസ്ട്രിയിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവരോടൊപ്പം ചേർന്നുണ്ടായ ഒരു വളർച്ച ഒന്ന് പറയാമോ? എങ്ങനെയാണ്? ഞാൻ ചെറുപ്പം തൊട്ട് പാട്ട്, കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നുണ്ടായിരുന്നു. പഠിച്ചു തുടങ്ങിയത് സരസ്വതി അമ്മാൾ എന്ന ടീച്ചറുടെ കീഴിലാണ്, സരസ്വതി അമ്മാൾ. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ടീച്ചറുടെ മകൾ ക്ലാസ്സൊക്കെ എടുത്തു തുടങ്ങി. അങ്ങനെ ടീച്ചറുടെ മകൾ ഡോക്ടർ എസ് ഭാഗ്യലക്ഷ്മി, ഭാഗ്യ ടീച്ചറുടെ കീഴിൽ കുറേ കാലം പഠിച്ചു. പെരുമ്പാവൂർ സാർ എടുത്ത് കുറച്ച് നാൾ ക്ലാസ്സിനൊക്കെ. ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ സാറ് ക്ലാസ് എടുത്തു തരാറുണ്ട്. അപ്പം അങ്ങനെ ആയിരുന്നു എൻ്റെ പാട്ട് പഠിത്തത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. പിന്നീട് വീട്ടിൽ അച്ഛനൊക്കെ ക്ലാസിക്കൽ മ്യൂസിക്കിലും കച്ചേരികൾ കൂടുതൽ കേൾക്കണം, കച്ചേരികൾ ചെയ്യണം, ആ കച്ചേരി ചെയ്ത് ഒരു നല്ലൊരു പേര് എടുക്കണം എന്നൊക്കെ ആയിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്ക് പിന്നീട് എപ്പോഴും എനിക്കൊരു കുറച്ചൊരു ടീനേജ് ഒക്കെ ആയപ്പോൾ ഫിലിം സോങ്സ്, ലൈറ്റ് സോങ്സ് അങ്ങനെ കൂടുതൽ പാടണം എന്ന്, ഗാനമേളകളിലൊക്കെ പെർഫോം ചെയ്യണം എന്നൊക്കെ ഉള്ളൊരാഗ്രഹം വന്നു തുടങ്ങിയപ്പോൾ അച്ഛൻ ഓക്കെ ഗാനമേളയ്ക്ക് പോവാം. അന്നുള്ള സിറ്റി വോയിസ് എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ ഗാനമേള ട്രൂപ്പുകളിൽ പാടാൻ വിളിച്ചു. അങ്ങനെയാണ് തുടക്കം. അപ്പോൾ അത് ഗ്രാജുവലി അത് ഒരു പ്രൊഫഷനാക്കിയൊന്നും ഞാൻ എടുക്കാൻ അന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. സിനിമയിൽ പാടാനൊരു ചാൻസ് കിട്ടിയതിന് ശേഷമാണ് ആ ഒരു സ്റ്റാർട്ടിങ് എന്ന് വേണമെങ്കിൽ പറയാം. അതുവരെയും ഒരു റെക്കോർഡിങ് എക്സ്പീരിയൻസ് ഒന്നും, വലിയ റെക്കോർഡിങ്സ് ഒന്നും പാടിയുള്ള പരിചയമില്ല, ട്രാക്ക് പാടിയുള്ള പരിചയമില്ല. ചെറിയ കവിതകൾ, കുട്ടികൾക്കുള്ള കുഞ്ഞു കവിതകൾ പാടിയിട്ടുണ്ട്. ഭാഗ്യ ടീച്ചർ, എൻ്റെ ടീച്ചർ തന്നെ കമ്പോസ് ചെയ്ത കുറച്ച് കവിതകൾ, പിന്നെ ഡിവോഷണൽ സോങ്സ് 1-2 ചെറിയ പാട്ടുകൾ, അങ്ങനെയൊക്കെ പാടിയുള്ള ഒരു പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു പ്രൊഫഷണൽ സിംഗിങ്ങിലേക്ക് പോകണം എന്നൊന്നും തീരുമാനിച്ചിരുന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ എല്ലാം ഒരു നിമിത്തം അല്ലെങ്കിൽ ഒരു യാദൃശ്ചികമായിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ്. അതൊരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ ഇത് തന്നെയാണ് എൻ്റെ തീരുമാനം, തെറ്റിയില്ല എന്ന് എനിക്കൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. കാരണം കുഴപ്പമില്ല. എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് പാടിത്തരൂ, എൻ്റെ ചിത്തിര താമര തുമ്പി. ഞാൻ എപ്പോഴും മൈൻഡൊക്കെ ഇത്തിരി സാഡായിരിക്കുമ്പോൾ കേട്ടിങ്ങനെ ലയിക്കുന്നൊരു ആ പാട്ടിനൊരു പ്രത്യേകത എനിക്ക് പറയാനുള്ളത്, ദാസാറിനോടൊപ്പമാണ് പാട്ട് പാടാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത്. ഞാൻ എല്ലാ സ്റ്റേജിലും ആ പാട്ട് പാടുമ്പോൾ ആ പാട്ട് എനിക്ക് എല്ലാ സ്റ്റേജിലും പാടണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. 2010 സിനിമ റിലീസ് ചെയ്തത്, 4 ഫ്രണ്ട്സ്. M ജയചന്ദ്രൻ ആയിരുന്നു സംഗീത സംവിധാനം. ദാസാറിൻ്റെ കൂടെയും വിജയ് യേശുദാസിൻ്റെ കൂടെയും പാടാൻ ഒരു ചാൻസ് ഉണ്ടായിരുന്നു ആ പാട്ടിൽ. എൻ്റെ ചിത്തിര താമരത്തുമ്പി നിന്റെ കുട്ടിക്കുറുമ്പെനിക്കിഷ്ടം, ഇലക്കൂട്ടിലേ
കളിക്കൊഞ്ചലേ നിന്നെ പൊട്ടുകുത്തിക്കാൻ മൈന, കണ്ണുവാലിട്ടെഴുതാൻ തത്ത, വിരുന്നേകുവാൻ പിറന്നാൾ കിളി, എൻ്റെ ചിത്തിരത്താമര തുമ്പി. താങ്ക് യു സോ മച്ച്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വൈബ് ചെയ്യുന്ന ഒരു പാട്ടാണ് അഴകാ നിന്റെ മഞ്ഞച്ചരടിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ മലയാളികൾക്ക് പറയേണ്ട ആവശ്യമില്ല, വൈബിങ് ചില്ലിങ് സോങ് ആണ്. അതൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അത് പാടി തുടങ്ങാം അല്ലേ? ഓക്കെ. അഴകാലിലെ മഞ്ഞച്ചരടിലെ പൂത്താലി, മഴവില്ലിൻ കസവുലയം മുകിൽ പുടവ ചുറ്റി, കുന്നിമണിക്കൊലുസണിഞ്ഞ വയൽ കിളി വരവായി, കുരുന്നില പടർപ്പിനുള്ളിൽ കുളിർമൊഴി ഒഴുകി, ഏഴഴകായി പൂങ്കവിളിൽ ചിന്നി നിന്നാണം, എൻ കരളിൻ താഴ്വരയിൽ ചെമ്പകപ്പൂമഴ. അടിപൊളി. ഇത് ആദ്യത്തെ പാട്ടല്ലേ? ആദ്യത്തെ ഫിലിം സോങ് ആണ്. ഇത്ര ഒരു സൂപ്പർ ഹിറ്റ് ആവുന്ന പ്രതീക്ഷിച്ചിരുന്നു അന്ന് ഈ പാട്ട് പാടുമ്പോൾ? അയ്യോ, അങ്ങനെയൊന്നും. ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യമായിട്ട് സിനിമയിൽ പാടാനൊരു അവസരം കിട്ടുമ്പോൾ എല്ലാവർക്കും, എല്ലാ ഗായകർക്കും ഉള്ള പോലെ തന്നെ എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത്രയും ആ സമയത്ത് ഒരു സീസണൽ ഹിറ്റായിരുന്നു ആ പാട്ട്. ഒരു ഭാഗ്യം തന്നെ വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും. ഇപ്പോഴും ഇത്ര വർഷങ്ങൾ, 2006 ഈ സിനിമ അശ്വാരൂഢൻ, സിനിമയുടെ പേരതാണ്. അശ്വാരൂഢൻ റിലീസായത് 2006. ഇപ്പോൾ 2024 ഇപ്പോഴും പ്രോഗ്രാംസിന്, ലൈവ് ഷോസിനൊക്കെ പോകുമ്പോൾ ഇപ്പോഴും ഓഡിയൻസ് എല്ലാവർക്കും, എനിക്കൊരു ഐഡൻറ്റിറ്റി ഈ പാട്ട് തന്നെയാണ്. അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ ഓണമല്ലേ, ഓണവിശേഷങ്ങൾ തുടങ്ങിയാലോ? ഉറപ്പായിട്ടും. എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത് വീട്ടിൽ? ആദ്യം തുടങ്ങുന്നത് ഷോപ്പിംഗ് ആണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്നാണല്ലോ കാണുന്നത്. ഷോപ്പിംഗ് മെയിൻ. കാരണം ഓണം റിലേറ്റ് ചെയ്ത് കുറേ പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഒരു പ്രൊഫഷൻ ഇതായതിനു ശേഷം ഓണം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു കലാകാരി എന്നുള്ള നിലയ്ക്ക് ലൈവ് ഷോസും റെക്കോർഡിങ്സും ഇതുപോലെയുള്ള ഷൂട്ടുകളും ഒക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓണം അടുക്കാറാവുമ്പോഴേ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യും. അതാണ് എൻ്റെ ഓണത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അതാണ്. പിന്നെ കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാനാണ് എപ്പോഴും ഇഷ്ടം, സന്തോഷം. പറ്റുമ്പോഴൊക്കെ. കാരണം ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് ഞാൻ താമസിക്കുന്നത്. ട്രിവാൻഡ്രത്ത് തന്നെയാണ് പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓണം എല്ലാവരുമായിട്ടും സെലിബ്രേറ്റ് ചെയ്യാനാണ് ആഗ്രഹം. ഫാമിലി അതെ, ഹസ്ബൻഡ്, ഒരു മോനുണ്ട്. എല്ലാവരും സുഖമായിരിക്കുന്നു. ഓണപ്പാട്ട് പാടാം. ഓണപ്പാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറേ പാട്ടുകളുണ്ട്. പക്ഷേ ഞാൻ അധികം ആരും ഓണത്തിന് സെലക്ട് ചെയ്ത് പാടാത്തൊരു പാട്ട് പാടാം. പക്ഷേ എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ്. ചിത്ര ചേച്ചി പാടിയ പാട്ടാണ് മഞ്ഞൾ പ്രസാദവും. അതിൽ ചെറിയൊരു ഓണമൊക്കെ ഉണ്ട്. അത് പാടിയാലോ? പിന്നെ. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി, മഞ്ഞക്കുറി മുണ്ടു ചുറ്റി, ഇന്നെൻ്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേ നീ വന്നു ചിരി തൂകി നിന്നു, വന്നു ചിരി തൂകി നിന്നു, ഓ വന്നു ചിരി തൂകി നിന്നു. ഇതൊരു ഓണപ്പാട്ടാണെന്ന് ആരെങ്കിലും വിചാരിച്ചു കാണുമോ? പാട്ടാണിത്. ഓണസദ്യ നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ ഓണസദ്യ കഴിക്കാറുണ്ടോ? കഴിക്കാറുണ്ട്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദിക്കരുത്. ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാണ്? എനിക്ക് ഓണസദ്യ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ആസ്വദിച്ചാണ് കഴിക്കാറ്. എന്നാലും നമ്മൾ ഈ കല്യാണത്തിനും അല്ലാതെ സദ്യ കഴിക്കുന്ന സമയത്ത് ഏറ്റവും ആഗ്രഹിച്ചിരിക്കുന്നത് അവസാനത്തെ പാൽപ്പായസമാണ്. തിരുവനന്തപുരത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാൽപ്പായസത്തിൻ്റെ കൂടെ ബോളിയും കൂടെ കിട്ടും. അറിയില്ലേ? അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ ആസ്വദിച്ച് കഴിക്കുന്നത്. അരിപ്പായസമാണ് ഇഷ്ടം. ഓണസദ്യയുടെ ഓർഡർ അറിയാമോ? എന്തൊക്കെയാണ് ആദ്യം വെക്കുന്നത്? ട്രൈ ഔട്ട്. ഏത് സൈഡിൽ നിന്ന് തുടങ്ങണം? ഈ സൈഡ്, ലെഫ്റ്റിൽ നിന്ന്.
ഉപ്പേരി അങ്ങനത്തെ ചിപ്സും കാര്യങ്ങളൊക്കെ വയ്ക്കുമല്ലോ, ശർക്കര വരട്ടി അത് സൈഡിലുണ്ടാവും, പഴം ഉണ്ടാവും, ചെറിയ പഴം, അച്ചാറുകൾ, ഇഞ്ചിക്കറി. ഇഞ്ചി ഇല്ല, അറിയില്ല അല്ലേ? നോട്ടം കണ്ടാൽ മനസ്സിലായി. ഇഞ്ചിക്കറി എന്നാണ് ഞങ്ങൾ പറയുന്നത്, അതിനെ വേറെ ഓരോ സ്ഥലത്തും ഓരോരോ. പിന്നെ കിച്ചടി, പച്ചടി, കിച്ചടി അങ്ങനത്തെ ഐറ്റംസൊക്കെ, അവിയൽ, തോരൻ. അയ്യോ, ആണോ എന്തോ ഇതാണോ സംഭവം? എനിക്കും കറക്റ്റ് ഓർഡർ അറിഞ്ഞൂടെ, കഴിക്കാൻ പറ്റും. പിന്നെ അതിനിപ്പുറം പിന്നെയും വിഭവങ്ങൾ ഉണ്ടാവുമല്ലോ, ഓലൻ, കാളൻ അങ്ങനത്തെ. അതേ പറഞ്ഞു തരുന്നു എനിക്കവിടെ. അതൊക്കെ ഇവിടെ വരും. പപ്പടം ഈ സൈഡിലുണ്ട്, അത് ഓൾറെഡി ശർക്കര വരട്ടിയുടെ ഒക്കെ കൂടെ ഒരു പപ്പടം ഉണ്ടാവും. പിന്നെ കറികൾ ഒഴിക്കുന്നത് ആദ്യം പരിപ്പ് കറി, പിന്നെ സാമ്പാർ, പിന്നെ പുളിശ്ശേരി. എൻ്റെ അമ്മേ, രക്ഷപ്പെട്ടു. ഇതൊക്കെ ഉണ്ടാക്കാൻ വലിയ പിടിയില്ലെങ്കിലും ഉണ്ടാക്കും. ഞാൻ അത്ര വലിയ നല്ലൊരു കുക്കൊന്നുമല്ല, എനിക്ക് അത്ര ഇൻട്രസ്റ്റും ഇല്ല, കുക്ക് ചെയ്യാൻ വലിയ താല്പര്യം ഇല്ല. അതിപ്പോൾ വീട്ടിൽ ഹസ്ബൻഡിനും നന്നായിട്ട് അറിയാം. അത്യാവശ്യം കുക്ക് ചെയ്ത് ജീവിക്കാനുള്ളത് കുക്ക് ചെയ്യും എന്നല്ലാതെ ഒരു സദ്യ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറുതായിട്ട് പെടുമല്ലേ, എനിക്ക് ഹെൽപ്പൊക്കെ വേണം. അത് പക്ഷേ ഈ ഓർഡർ കുഴപ്പമില്ലാതെ കറക്റ്റായും തോന്നുന്നില്ല. ഇതിൽ ഈ പറഞ്ഞ ഓർഡറിൽ ഏറ്റവും നന്നായിട്ട് വെക്കാവുന്ന കോൺഫിഡൻസ് ഉള്ള റേറ്റ് ചെയ്ത്? അയ്യോ, ചോറ്, പപ്പടം, പപ്പടം കാച്ചി. പിന്നെ ഞാൻ എന്താ ചോദിക്കുന്നത്? ഓക്കെ, ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് വന്നിട്ട് ഒരുപാട് കാലമായി. ഇപ്പോൾ ഉള്ള വ്യക്തിയും തമ്മിൽ എന്തുമാത്രം ഒരു ചേഞ്ച്? അങ്ങനെ ഒരു ചേഞ്ച് ഒന്നുമില്ല. എൻ്റെ ഒരു സെയിം പേഴ്സൺ. അതെ, അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇതിൻ്റെ ഈ പ്രൊഡ്യൂസർ വളരെ പണ്ട് തൊട്ട് ഞാൻ റബേക്ക അല്ലേ പേര്, റബേക്കയുടെ സ്ഥാനത്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഒരു TV ഷോ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ആങ്കർ ആയിരുന്നു, ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നെയാണ് TV ഷോസ് അല്ലാതെ ലൈവ് ഷോസും സ്റ്റേജ് ഷോസും ഒക്കെ ആങ്കർ ചെയ്യുന്ന ഒരാളായിരുന്നു. അതിൽ നിന്നാണ് സിംഗിങ്ങിലേക്ക് വന്നത്. പക്ഷേ പാട്ട് ചെറുപ്പം തൊട്ടേ ഉണ്ട്, പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു, സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരുപാട് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ സീരിയസ് ആയിട്ട് പാട്ട് പഠിപ്പിക്കാൻ വിട്ടു. പ്രൊഫഷൻ പാട്ട് തിരഞ്ഞെടുക്കണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ ഇഷ്ടം പോലെയാണ്. പിന്നീട് സിനിമയിൽ പാടി തുടങ്ങിയതിന് ശേഷമാണ് ഇതാണ് എൻ്റെ പ്രൊഫഷൻ എന്ന് ഞാൻ തന്നെ തീരുമാനിക്കുന്നത്. കാരണം സോങ് ആയിട്ട് ഏതെങ്കിലും ഉണ്ടോ? അത് അഴകാലിൽ തന്നെയാണ്. അതാണ് ആദ്യത്തെ. അതിന് കാരണം എന്ന് വെച്ചാൽ ആദ്യത്തെ പാട്ട് കിട്ടിയപ്പോൾ അത് ഹിറ്റായി, അതൊരു ഭാഗ്യം. അതിന് പിന്നാലെ കുറേ ഷോസ് എൻക്വയറീസ് വന്നു, കുറേ ഷോസ്, ലൈവ് പ്രോഗ്രാംസ്, ഗാനമേളകൾ. അപ്പോൾ അതിൽ ഒത്തിരി ബിസി ആയിട്ട് മാറി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് വേറെ, ഇത് തന്നെയാണ് എൻ്റെ ഒരു അതെ പാഷൻ തന്നെ പ്രൊഫഷനാക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്, ഒരു വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ പക്ഷേ എൻ്റെ ഒരു വ്യക്തി ജീവിതവും എൻ്റെ ഒരു പേഴ്സണൽ എൻ്റെ മറ്റൊരു കാര്യങ്ങളും മാറിയിട്ടില്ല. എൻ്റെ ഒരു ജോലി ഇങ്ങനെ ഈ ഒരു പ്രൊഫഷനായി അല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും എനിക്ക് ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയ കാര്യം, ഒരുപാട് സംസാരിക്കും, ഭയങ്കര ചില്ല ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ആസ് എ ഹോസ്റ്റ്, ഒരു ആങ്കർ എന്ന രീതിയിൽ വളരെയധികം ശോഭിക്കാൻ സാധിക്കുമായിരുന്നു തോന്നുന്നു. അത് ഡ്രോപ്പ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ പിന്നീട് ഞാൻ ചെയ്തു തുടങ്ങിയ കാലഘട്ടം എന്ന് പറയുന്നത് 2000 കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ആങ്കറിങ് തുടങ്ങിയത്. അപ്പോൾ ആ ഒരു സമയത്തെ ഒരു കൾച്ചർ അല്ല ഇപ്പോഴത്തെ ഒരു ആങ്കറിങ് ഫീൽഡ് എന്ന് പറയുന്നത്. ഈ ഇൻ്റർവ്യൂസ് അല്ല, അല്ലാതെയുള്ള TV ഷോസ് അന്നത്തെ മൊത്തത്തിൽ മാറി. അന്നത്തെ ഒരു ടൈപ്പ് ഓഫ് ആങ്കറിങ്ങോ അന്നത്തെ ഒരു ആളുകളുടെ ആസ്വാദന തലം തന്നെ മാറിപ്പോയി. അപ്പോൾ പിന്നെ ആങ്കറിങ്ങിൻ്റെ സ്റ്റൈലും മാറി. പിന്നെ പുതിയ ആൾക്കാർ, പുതിയ ജനറേഷൻ പുതിയ രീതിയിലൊക്കെ അത് കൈകാര്യം ചെയ്ത് തുടങ്ങി. അപ്പോൾ പിന്നെ എനിക്ക് പറ്റുന്ന ഷോസ് വരുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്, ഒരുപാട് പാട്ടുകൾ അങ്ങനെ വാരി വലിച്ച് പാടുന്ന ഒരു വ്യക്തിയല്ല. അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ്. ഞാനിപ്പോ സെലക്റ്റീവ് ആണെന്നൊക്കെ ചോദിക്കാൻ വരുവാണ്. അല്ലല്ല, ഇതിലിപ്പോ എന്ത് സെലക്റ്റീവ് ആവാനാണ്? കാരണം അവസരങ്ങൾ പാടുന്ന പാട്ടുകളെല്ലാം ഹിറ്റാണ്. അതെന്തുകൊണ്ട്? അത് എല്ലാവർക്കും അവസരം അല്ലല്ലോ അത്. ഒന്നാമത്തെ കാര്യം, ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖല തന്നെയാണ്. ബാക്കി എല്ലാ ഫീൽഡും പോലെ തന്നെ സിംഗിങ് ഫീൽഡിലും ഒത്തിരി പുതിയ പാട്ടുകാരുണ്ട്. ദിവസം തോറും പുതിയ പാട്ടുകാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് റിയാലിറ്റി ഷോസ് ഉണ്ട്. ഡെയിലി TV-യിലൂടെ കാണുന്ന ഒത്തിരി പുതിയ കുഞ്ഞു പാട്ടുകാരുൾപ്പെടെ ഒരുപാട് പേര് നന്നായിട്ട് പാടുന്നവരുണ്ട്. അപ്പോൾ അവസരങ്ങൾ കുറവാണ്.
അതുപോലെ അന്നത്തെ പോലെയല്ല, ഒരു എനിക്ക് തോന്നുന്നു 2000-ന് മുമ്പ്, ഒരു 90s കാലഘട്ടം, 80s 90s അതിന് മുമ്പുള്ള കാലഘട്ടം എന്ന് പറയുന്നത് സിനിമയിൽ പാട്ടുകളുടെ ഒരു നല്ല കാലം എന്ന് തന്നെ പറയാം. ഇപ്പം അത് പോയോ എന്ന് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പോയി എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ആ ഒരു രീതി മാറി, ആസ്വാദനം മാറി, യങ്സ്റ്റേഴ്സിന് പുതിയ പാട്ടുകളോടുള്ള ഒരു അപ്രോച്ച് മാറി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാനൊരു മെലഡി സിംഗറാണ്, കൂടുതലും മെലഡീസാണ് പാടാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ല പാട്ടുകൾ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതെയായി. അപ്പോൾ അങ്ങനെ ഗ്രാജുവലി കുറഞ്ഞു വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും ഒരു പാട്ടെങ്കിലും അല്ലാതെ ഞാൻ സെലക്റ്റീവ് ആയതൊന്നും സെലക്ട് ചെയ്തിട്ടേ ഇല്ല ഒരു പാട്ട് പോലും ഇതുവരെ പാടാൻ വേണ്ടിയിട്ട് വന്ന ഏതെങ്കിലും ഒരു പാട്ട്? അയ്യോ, അങ്ങനെ കിട്ടുന്നത് വലിയ ഒരു അവസരമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് റിജക്റ്റ് ചെയ്യാൻ അതിനുള്ള മനസ്സൊന്നും എനിക്കില്ല. ഇനി പാടി ഫലിപ്പിക്കാൻ പറ്റാതെ അങ്ങനെ ഒരു അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ പാടിയ പാട്ടുകൾ പിന്നീട് ആ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി മാറിപ്പോയിട്ടൊക്കെ ഉണ്ട്. അതെല്ലാവർക്കും, എല്ലാവരുടെയും കരിയറിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. വിഷമം തോന്നും, പിന്നെ ഓക്കെ, അത് എനിക്ക് വിധിച്ചിട്ടില്ലായിരിക്കാം, അങ്ങനെ വിചാരിക്കാം. തീർച്ചയായിട്ടും. ഓക്കെ, സ്റ്റേജ് ഒരുപാട് ഈവൻറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്ന ആരാണ്, ഒരുപാട് പാട്ടുകൾ പാടുന്ന ഒരാളാണ്. അപ്പോൾ ഈ സ്റ്റേജ് ഈവൻറ്റ്സ് ചെയ്തപ്പോൾ എന്തെങ്കിലും രസകരമായ അല്ലെങ്കിൽ എപ്പോഴും ഈവൻറ്റ്ഫുൾ ആയിട്ട് മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നടന്നതായിട്ട് പറയാൻ പറ്റും? ലെജൻസിൻ്റെ കൂടെ പാടാൻ പറ്റിയ സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. SPB സാറിൻ്റെ കൂടെ, അത് ഞാൻ എൻ്റെ സിംഗിങ് കരിയർ തുടങ്ങിയ സമയത്താണ്. ദുബായിൽ വെച്ചായിരുന്നു ആ പ്രോഗ്രാം. അന്ന് ചിത്ര ചേച്ചിയും SPB സാറുമാണ് ആ ഷോ മെയിൻ. അതൊരു ഓണക്കാലത്തായിരുന്നു, പൊന്നോണം എന്ന് പറയുന്നൊരു പ്രോഗ്രാം. അപ്പോൾ ഒരു ചാനൽ ബേസ്ഡ് ഒരു ഷോ ആയിരുന്നു, വലിയ ഷോ ആയിരുന്നു. SPB സാറ്, ചിത്ര ചേച്ചി, കൂടാതെ പുതിയ ജനറേഷനിലെ വിനീത് ശ്രീനിവാസൻ, ദേവാനന്ദ്, പിന്നെ അന്ന് പാടാനുണ്ടായിരുന്ന ഫീമെയിൽ സിംഗർ സിസിലി എന്ന് പറഞ്ഞൊരു സിംഗർ. അപ്പം ഞങ്ങളൊക്കെ അതിലുണ്ട്, ഞാനും ഉണ്ട്. അപ്പോൾ ചിത്ര ചേച്ചിയുടെ കൂടെയും SPB സാറിൻ്റെ കൂടെയും അന്നൊന്നും എനിക്ക് ലൈവ് ഷോസ് ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ അന്ന് ആ ഒരു അഴകാല എന്നുള്ള പാട്ട് പാടിയത് കൊണ്ടും കുറച്ച് ആങ്കറിങ് മേഖലയിലുള്ളത് കൊണ്ടും ആ ഒരു അവസരം എനിക്ക് കിട്ടി. അതൊന്നും, അങ്ങനെയുള്ള സ്റ്റേജസ് ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതൊക്കെ ഒരു മെമ്മറബിൾ മൊമെൻറ്റ്സ്. രസകരമായ അനുഭവങ്ങളും അങ്ങനെ ഓരോരോ ഷോസ് എല്ലാം മെമ്മറബിൾ ആണ്. അതെ. ഓക്കെ, അപ്പോൾ ചോക്ലേറ്റ് സിനിമയിലെ കൽക്കണ്ട മലയിൽ എന്ന പാട്ടില്ലേ, അതിലോട്ട് വരുന്നത് എങ്ങനെയാണ്? എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? അതൊരു ഫീമെയിൽ ഡുവറ്റാണ്. ഞാനും ലിജി ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു സിംഗറും കൂടിയാണ് പാടിയത്. അന്ന് അലക്സ് പോൾ സാറ് ഒത്തിരി ഹിറ്റ്സ് സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന സമയം ഞാൻ ഹലോ എന്നൊരു സിനിമയിൽ ശരിക്കും കമ്പോസിങ് സമയത്തും അതിലൊരു ചെറിയൊരു ഭജൻ പാടി. ആ ഒരു സമയത്താണെന്ന് തോന്നുന്നു ഇതിൻ്റെ റെക്കോർഡിങ്. അതിനു മുമ്പ് ഞാൻ അതിലൊരു ഭജൻ, ഒരു ഗ്രൂപ്പായിട്ട് മഞ്ജരിയും ഞങ്ങൾ കുറച്ച് സിംഗേഴ്സും ചേർന്ന് പാടുന്നൊരു ഭജൻ സോങ് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ചോക്ലേറ്റിലും പാടിയത്. ബാബ കല്യാണിയുടെ റീറെക്കോർഡിങ് സമയത്താണ് അലക്സ് പോൾ സാറിനെ പരിചയപ്പെടാൻ സാഹചര്യമുണ്ടായത്. വേറൊരു സിനിമയ്ക്ക് ഞാൻ ഡബ് ചെയ്യാൻ പോയപ്പോഴാണ്. ഞാൻ അന്ന് ഡബ്ബിങ് ആർട്ടിസ്റ്റും കൂടി ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നതും പിന്നെ ചോക്ലേറ്റിൽ പാടാനായിട്ട് വിളിക്കുന്നതും. കൽക്കണ്ട മലയെ, അത് ആക്ച്വലി ഒരു മെലഡി അല്ലല്ലോ, ഒരു പെപ്പി സോങ് ആണ്. കോളേജിൽ എല്ലാ ഒരു മെയിൽ ക്യാരക്ടർ വരുമ്പോൾ ഉണ്ടാവുന്ന ഉണ്ടായതായിട്ട് തോന്നുന്നുണ്ടോ? അതൊരു അങ്ങനെ ഒരു അടിച്ചുപൊളിച്ച് പാടുന്ന പാട്ടാണെന്ന് പറഞ്ഞ് പാടിപ്പിച്ചു. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യണം, അതിലും കഴിവ് തോന്നിയിട്ടുണ്ടോ? പറഞ്ഞു തന്ന പോലെ പാടി എന്നല്ലാതെ. അതിപ്പോൾ കുറേ ഡബ്ബിങ് സിനിമകളും ആ സമയത്ത് പാടിയിരുന്നു. അതൊക്കെ കുറേ വോയിസ് ചേഞ്ച് ചെയ്ത് ഹാപ്പിയിലൊക്കെ അങ്ങനത്തെ പാട്ടുകളൊക്കെ പാടി. ഹേറ്റ് യു എന്ന് പറഞ്ഞൊരു പാട്ട് ഞാനും ഇതും കൂടിയാണ് പാടി. ആ സമയത്ത് അതൊക്കെ ഹിറ്റാണ്, പാടിയിട്ടുണ്ട്. ആ സമയത്തൊരു ട്രെൻഡിങ് ആണ്. അല്ലു അർജുൻ സിനിമകൾ മലയാളത്തിലേക്ക് ഡബ് ചെയ്യുന്ന, അത് ഹിറ്റാവുന്ന കുറേ സിനിമകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പാടി. അതൊക്കെ ഓരോരോ എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു പേഴ്സൺ യു ലുക്ക് അപ്പ് ടു, ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമോ? ഇൻസ്പിറേഷൻ ഒത്തിരി പേരുണ്ട്. ദാസാറ്, ചിത്ര ചേച്ചി, സുജാത ചേച്ചി, SPB സാർ, ഇവരൊക്കെ ഇൻസ്പിറേഷൻ തന്നെയാണ്. കാരണം അവരുടെ പാട്ടുകൾ, അവർ പാടിവെച്ച പാട്ടുകൾ, നമുക്കതൊക്കെ ഒരു അവരുടെ പാട്ട് പഠിക്കുന്നത് തന്നെ ഒരു ചലഞ്ചിങ് ആണ്.
പഠിച്ചതുപോലെ പ്രസൻറ്റ് ചെയ്യാൻ ഒക്കെ ഉള്ള അതൊക്കെ അവരൊക്കെയാണ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇച്ചിരി പഴയ ഒരു ഓണപ്പാട്ടും കൂടി പാടിയാലോ? കുറേ ഓണപ്പാട്ടുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പാട്ട് പാടാം. തിരുവോണപ്പുലരിതൻ, വാണിയമ്മ പാടിയ പാട്ട്. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി, തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി, ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ബ്യൂട്ടിഫുൾ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.